ഞാൻ മാർട്ടിൻ, മലയോര ന്യൂസിൻ്റെ റിപ്പോർട്ടറാണ്. ആലക്കോട് ഉദയഗിരി സ്വദേശിയാണ്. അപ്പം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാർത്ത മലയോരത്തെ പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവെക്കണമെന്ന് തോന്നാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് രാവിലെ കണ്ടൊരു വാർത്തയാണ്. ഒരു കുരങ്ങൻ കരിക്ക് പറിച്ചെറിഞ്ഞ് വീട്ടമ്മയുടെ കണ്ണിന് പരിക്ക്. കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്നൊരു വാർത്തയാണ്. പക്ഷേ അതിനകത്തൊരു കുറച്ചധികം കാര്യങ്ങൾ കാരണം പറയണം തോന്നി. ഇതിനു മുമ്പ് ഒരുപാട് ആക്രമണങ്ങൾ ഈ വന്യജീവികളുടെ ഭാഗത്തുനിന്ന് കർഷകർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വന്യജീവി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതൊരു വലിയ വിഷയമായിട്ട് ഇന്ന് മലയോരത്തെ പല പഞ്ചായത്തുകളിലേക്കും പല പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത് ഒന്ന് പങ്കുവെക്കണം തോന്നി. ഒന്നാമതായിട്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വന്യജീവികളെ ഒരു ആക്രമിക്കുന്ന ഒരു കണ്ടീഷൻ, ഇല്ലെങ്കിൽ ഒരു കർഷകൻ ആ കർഷകന്റെ പറമ്പിൽ കയറുന്ന ഒരു കാട്ടുപന്നിയെ പ്രതിരോധിച്ച് കൊലപ്പെടുത്തുന്ന പോലത്തെ ഒരു കണ്ടീഷൻ വന്നാൽ, ഒരിക്കലും വന്യജീവികളെ കൊല്ലുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതോ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ല. കാരണം അത് നിയമം നമ്മൾ പാലിക്കേണ്ടതാണ്. നിയമത്തിനെതിരെ സംസാരിക്കുകയില്ല. നമ്മളിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു വന്യജീവി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അതിനകത്തൊരു വേഗതയുണ്ട് നടപടിക്രമങ്ങൾക്ക്. അതിവേഗം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ പോലീസിന് സഹായമാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ സ്ഥലത്തെത്തുന്നു, തെളിവുകൾ സീസ് ചെയ്യുന്നു, മാസ്റ്റർ തയ്യാറാക്കുന്നു, FIR ഇടുന്നു, കേസ് കോടതിയിലോട്ട് പോകുന്നു, വിചാരണ. അങ്ങനെ അതിനൊരു വേഗതയുണ്ട്. പക്ഷെ അതേസമയം നേരെ തിരിച്ചാണെങ്കിലോ, ഒരു കർഷകന്റെ കൃഷിഭൂമി അല്ലെങ്കിൽ ഒരു വാഴത്തോട്ടം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കപ്പത്തോട്ടം ആയിക്കോട്ടെ, പൂർണ്ണമായും ഒരു വന്യജീവി, ഒരു കാട്ടുപന്നി വന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു കാട്ടാന ഇറങ്ങി നശിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്ന വേഗതയിൽ അവിടെ എത്തി തെളിവുകൾ സീസ് ചെയ്യാനോ നഷ്ടപരിഹാരം ഉറപ്പാക്കാനോ അതിന് വേണ്ടപ്പെട്ട പ്രക്രിയകൾ അതിവേഗമാക്കാനോ തുനിയുന്ന ഒരു ഉദ്യോഗസ്ഥരെയും കാര്യമായി നമ്മുടെ മലയോരം കണ്ടിട്ടില്ല. ചെയ്യുന്നില്ല നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ വേഗത, പിന്നെ കിട്ടുന്ന നഷ്ടപരിഹാര തുകയുടെ അളവ്, ഇത് രണ്ടും വളരെ വളരെ കുറവാണ്. അതൊരു സത്യമാണ്. അപ്പം അതിനകത്ത് നീതി എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും തുല്യമായി കിട്ടേണ്ടതല്ലേ? അപ്പം വന്യജീവികൾക്ക് ഈ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അതേ അധികാരം തന്നെ കർഷകർക്കും ഈ പ്രകൃതിയിൽ ജീവിക്കാനില്ലേ? മനുഷ്യനും കർഷകരും ഒക്കെ അടങ്ങുന്നതാണ് ഈ പ്രകൃതി എന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ അതിലൊരു നീതിയുടെ ഒരു ന്യായീകരണം നമുക്ക് ആവശ്യമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട കർഷകരോടുമാണ് ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുക. ഇനി ഇത് തെറ്റാണെന്നാണ് തോന്നുന്നതെങ്കിൽ എന്നെ തിരുത്താം. ഞാനത് വളരെ സ്നേഹത്തോടെ ആ തിരുത്തലുകൾ അംഗീകരിക്കും. അതുപോലെ തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങളും കൂടെ നിങ്ങളോട് പങ്കുവെക്കണം എന്ന് എനിക്കുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വളരെ സമീപകാലങ്ങളിലെല്ലാം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് ഈ തെരുവ് നായ്ക്കളുടെ വിഷയം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ തെരുവ് നായ്ക്കളുടെ വിഷയത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളടക്കമുള്ളവരെ ഈ തെരുവ് നായ്ക്കൾ കടിച്ച് വലിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായപ്പോൾ ഈ തെരുവ് നായ്ക്കളെ കൊല്ലണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോയ നമ്മുടെ കൊച്ചോസ് ചില്ലപ്പള്ളിയെ പോലുള്ള സാമൂഹിക പ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ഇവർക്കൊക്കെ എതിരെ വലിയൊരു പ്രതിഷേധം പ്രകൃതി സ്നേഹികൾ അല്ലെങ്കിൽ പ്രകൃതിവാദികൾ, മൃഗസ്നേഹികൾ അതുപോലുള്ളവരിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതെല്ലാം വേണം. കാരണം പ്രകൃതി സ്നേഹികളും മൃഗസ്നേഹികളുടെ അവരെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. മൃഗസ്നേഹവും പ്രകൃതി സ്നേഹവും എല്ലാം വേണം. അതിനകത്തൊന്നും നമ്മൾ തെറ്റു പറയുന്നില്ല. പക്ഷെ അതേസമയം ഇപ്പം ഈ അടുത്ത് ആലക്കോട് നടുവിൽ പുലിക്കുരുമ്പയിലെ ഒരുപാട് കുഞ്ഞുങ്ങളെ അടക്കം തെരുവുനായ്ക്കൾ കടിക്കുകയുണ്ടായി, വാർത്തകൾ വന്നു. പക്ഷെ ഒരു പ്രകൃതി സ്നേഹിയുടെയോ സാമൂഹിക സ്നേഹിയുടെയോ അക്കൗണ്ടുകളിൽ കാര്യമായി ആ ഒരു വിഷയം കണ്ടില്ല. അല്ലെങ്കിൽ ആ കടി കിട്ടിയ കുഞ്ഞുങ്ങൾക്കോ ആ വ്യക്തികൾക്കോ വനിതകൾക്കോ ആ മുതിർന്നവർക്കോ ഒന്നും ആശ്വാസമായൊരു വാക്കുപോലും അവരുടെ അക്കൗണ്ടുകളിലോ അവരുടെ പ്രസ്താവനകളിലോ എവിടെയും കണ്ടില്ല. വന്നിട്ടുണ്ടാവുമായിരിക്കാം, ഇല്ല എന്ന് തീർത്തും പറയുകയല്ല. പക്ഷെ നമ്മൾ പ്രഥമ ദൃഷ്ടിയാൽ എവിടെയും കണ്ടില്ല. അവർക്ക് വേണ്ടി ആരും കോടതിയിൽ പോകുന്നത് കണ്ടില്ല. അവർക്ക് ആശുപത്രിയിൽ എത്തി ഒരു ആശ്വാസ വാക്കറിയിക്കാൻ, അവരുടെ ആശുപത്രികളിൽ ചെലവുകൾ എടുക്കണമെന്ന് ചോദിക്കാൻ ആരും എത്തുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. രാഷ്ട്രീയ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകളൊക്കെ എത്തുന്നുണ്ട്, അവരാരും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ മറ്റ് വിഷയങ്ങളിൽ ഇത്രമേൽ പ്രതികരിക്കുന്ന, പ്രതിഷേധം ഉയർത്തുന്നവർ ഈ വിഷയങ്ങളൊന്നും ഇടപെടുന്നതായിട്ട് കാണുന്നില്ല. മനുഷ്യനില്ലാണ്ട് പിന്നെ എന്ത് പ്രകൃതിയാണ്? മനുഷ്യനും കൂടെ അടങ്ങുന്നതാണ് പ്രകൃതി. മനുഷ്യനെ ശത്രുവായി പ്രഖ്യാപിച്ച്
മൃഗങ്ങൾക്കും പ്രകൃതിക്കും മാത്രം വേണ്ടി നിലനിന്നു കഴിഞ്ഞാൽ ആ പ്രകൃതി സ്നേഹം എത്രമാത്രം സത്യമാണെന്നും അതിലെത്രമാത്രം നീതി ഉൾക്കൊള്ളുന്നുവെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ഒരു കാര്യം പങ്കുവയ്ക്കണമെന്ന് തോന്നിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കാര്യവുമില്ല, നമ്മളെല്ലാവരും, അതായത് കേരളം എന്ന് പറയുന്ന നാടിന് വലിയൊരു നന്മയുണ്ട്, കൂട്ടായ്മയുടെ നന്മ. എല്ലാ കാര്യങ്ങളിലും വളരെ വലിയൊരു കൂട്ടായ്മ പ്രകടമാകുന്ന ഒരു നന്മ. അപ്പം ആ ഒരു കൂട്ടായ്മയുടെ നന്മ നമ്മൾ ഏറ്റവും അവസാനം ഏറ്റവും ശക്തമായി ദർശിച്ചത് നമ്മുടെ വയനാട് ചൂരൽമലയിൽ നടന്ന ഒരു പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ രക്ഷാകര ദൗത്യങ്ങളിലും മറ്റുമായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരുപാട് കുടുംബങ്ങൾ തകർന്നു, ഒരാൾ പോലും ബാക്കി നിൽക്കാതെ ഒരുപാട് കുടുംബങ്ങൾ പൂർണ്ണമായും മരണത്തിലേക്ക് നടന്നു നീങ്ങി. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് സ്വന്തം മക്കളില്ലാണ്ട് രക്ഷിതാക്കളും, ഒരുപാട് രക്ഷിതാക്കളില്ലാണ്ട് മക്കൾ മാത്രമൊക്കെ അവശേഷിക്കുന്ന ഒരു സാഹചര്യം. വേദനയോടെ നമ്മുടെ നാട് അതിനെ നോക്കി നിന്നപ്പോൾ ചേർത്ത് പിടിച്ചതും നമ്മുടെ നാട് തന്നെയായിരുന്നു. വയനാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത് കേരളത്തിലുടനീളമുള്ള വലിയ ജനവിഭാഗവും അതുപോലെ കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളടക്കമാണ്. നമ്മുടെ എല്ലാം യുവസന്നദ്ധ സംഘടനകൾ യാതൊരുവിധ ലാഭവും ആഗ്രഹിക്കാതെ, നമ്മുടെ DYFI ആയിക്കോട്ടെ, യുവമോർച്ച ആയിക്കോട്ടെ, യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, യൂത്ത് ലീഗ് ആയിക്കോട്ടെ, ഏതൊരു സംഘടനയാണെങ്കിലും യാതൊരുവിധ ലാഭവും ആഗ്രഹിക്കാതെ വളരെ ശക്തമായ രീതിയിൽ അവിടെ ചെന്ന് ഒന്നും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അത്രയും ദുർഘടമായ സാഹചര്യങ്ങളിൽ, അപകട മുഖങ്ങളിൽ അവർ കേരളത്തിൻ്റെ സൈന്യമായി മാറുമ്പോൾ ഒരു വലിയ കൂട്ടായ്മ നമ്മുടെ നാട് ദർശിച്ചതാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ യുവജനത, അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവരും, അതുപോലെ സാമുദായിക സംഘടനകൾ എല്ലാം നടത്തിയൊരു വലിയ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്. ഫണ്ട് റേസ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, ക്യാമ്പുകളിലോട്ട് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ആ മാറ്റം കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 7-8 ദിവസം കൊണ്ട് ആവശ്യത്തിലധികം സാധനം ക്യാമ്പിലെത്തി. ഇനി സാധനങ്ങൾ കൊണ്ടുവരണ്ട എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുന്ന അത്രയും വലിയൊരു കൂട്ടായ്മ. അപ്പം അങ്ങനെ വയനാടിനൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഒന്നിച്ചു നിന്ന നമ്മുടെ നാട് ഇന്ന് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതിൽ പരാജയപ്പെടും. കാരണം നമ്മുടെ പ്രിയപ്പെട്ട 1000-ഓളം പേരതിൽ മരിച്ചതിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ ദുരിതാശ്വാസ നിധി എല്ലാമായിട്ട് ഒരുപാട് തുകകൾ ഒഴുകിയെത്തി. എല്ലാവരും അവരുടെ 1 മാസത്തെ ശമ്പളം വെച്ച് ഡൊണേറ്റ് ചെയ്തു. വലിയ രീതിയിൽ അവർക്ക് വേണ്ടി ക്യാമ്പയിൻസ് വന്നു, അവരെ സഹായിച്ചു. പക്ഷെ കർഷകർക്ക് വേണ്ടി ഈ ക്യാമ്പയിനൊന്നും നമ്മൾ കണ്ടില്ല. ഇപ്പം ഞാൻ ഇന്ന് ഈ വാർത്ത കണ്ട ശേഷം ഞാൻ പഠിച്ച് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കണക്കാണ്. 2020 375 കർഷകരും, 2019 128 കർഷകരും, 2003 മുതൽ 2007 വരെ 975 കർഷകരും മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. അതായത് 6-7 വർഷം കൊണ്ട് 7 വർഷങ്ങളിലായിട്ട് 1500ഓളം കർഷകർ മരിച്ചു. അവർക്ക് വന്യജീവി ദുരന്തങ്ങൾ നേരിട്ട് കൃഷി തകർന്നവരുണ്ട്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നേരിട്ട് കൃഷി തകർന്നവരുണ്ട്, അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലും മരണപ്പെട്ടവരുണ്ട്. അപ്പം അതൊരു വലിയ ദുരന്തം തന്നെയല്ലേ, വലിയൊരു ദുരന്തം തന്നെയല്ലേ. ഒരാൾ മുന്നോട്ട് വരുന്നില്ല, ആരും അവരുടെ ശമ്പളം ഡൊണേറ്റ് ചെയ്ത് ക്യാമ്പയിനുകൾ സൃഷ്ടിക്കുന്നില്ല. ഈ വന്യജീവികളുടെ ആക്രമണം ഏറ്റു മരണപ്പെട്ടവരുടെ മക്കളെ ചേർത്ത് നിർത്തി നിങ്ങൾക്ക് പഠിക്കാൻ സ്കൂളിൽ പോകാൻ പൈസയുണ്ടോ, നിങ്ങൾക്ക് സ്കൂൾ ബാഗ് മേടിക്കാൻ പൈസയുണ്ടോ, പേന മേടിക്കാൻ പൈസയുണ്ടോ, ബുക്ക് മേടിക്കാൻ പൈസയുണ്ടോ, ആരും ചോദിക്കുന്നതായിട്ട് നമ്മൾ എവിടെയും കാണുന്നില്ല. അങ്ങനെ ഒരു ക്യാമ്പയിനുകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. അപ്പോൾ എന്തേ, ഇതും ഒരു തുല്യ നീതി തന്നെ വരേണ്ട കാര്യമല്ലേ? നമ്മുടെ നാടിൻ്റെ നന്മ ഈ കാര്യത്തിലോട്ടും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമല്ലേ? അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്ന് തോന്നിയുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാർത്ത ചെയ്തത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് എൻ്റെ ഈ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങൾ നമുക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. വിമർശനവും പ്രോത്സാഹനവും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലതാണ്, അല്ലെങ്കിൽ ആശയങ്ങളിലൊരു മൂല്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാം, ഇല്ലെങ്കിൽ അനുകൂലമായി നിങ്ങളുടെ ചിന്താഗതികൾ പങ്കുവയ്ക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം. അപ്പോൾ ആ തരത്തിൽ എല്ലാ കർഷകരും നമ്മൾ ഈ തരുന്ന ഈ ഒരു വീഡിയോയോട് നിങ്ങളുടെ ഒരു റെസ്പോൺസ് അറിയിക്കണം. പിന്നെ മുന്നോട്ട് ഈ കർഷകരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ മലയോരം റൂറൽ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ തുടക്കത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ മലയോരത്ത് നമ്മുടെ കർഷക കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ അഡ്വക്കേറ്റ്സ് ആയിട്ടും വക്കീലന്മാരായിട്ടെല്ലാം എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പം അവരെയൊക്കെ കൂടി ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് കർഷകർക്ക് സൗജന്യമായൊരു നിയമസഹായം എല്ലാ വിഷയങ്ങളിലും, അതായത് അവർക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ അവർക്ക് കോടതിയിൽ പോകാൻ സാധിക്കുന്ന തരത്തിലൊരു നിയമസഹായം അവർക്ക് കിട്ടുന്ന തരത്തിലോട്ട് നമ്മൾ ആ ഒരു
ഇവരെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലീഗൽ ടീം ഫോം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ മലയോരത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, MLA, അതുപോലെ MP ഇവരെയൊക്കെ കണക്ട് ചെയ്ത് വലിയൊരു സാമൂഹികമായൊരു മാറ്റം കൊണ്ടുവരാൻ, അതിനകത്തൊരു ശക്തമായി ഇടപെടാൻ അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കാനുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു സഹകരണം, കർഷകരെന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഞാൻ ഈ പങ്കുവച്ച കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പങ്കുവെക്കാനുണ്ട്, പക്ഷേ ഇനിയും നീട്ടുന്നില്ല. ഞാൻ ഈ പങ്കുവച്ച കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു അർത്ഥം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഏവർക്കും നന്ദി.